നെക്സ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് 2 ആണ്. ബ്ലോക്ക് 5 ബ്ലോക്ക് 5 യൂണിറ്റ് 2 സ്കൂൾ ആൻഡ് പിയർ ആണ് നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത്. അപ്പോൾ നമുക്കറിയാം മാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സോഷ്യൽ അനിമൽ ആണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം? സൊസൈറ്റിയിലെ മറ്റുള്ളവരുടെ കമ്പനി വേണം, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കോപ്പറേഷൻ വേണം. സോ നമുക്കിവിടെ പഠിക്കുന്നത് സോഷ്യലൈസേഷനെ കുറിച്ച് തന്നെയാണ്. സോഷ്യലൈസേഷൻ റിസൾട്ട് ഫ്രം എ വെറൈറ്റി ഓഫ് ഇൻറ്ററാക്ഷൻസ് ആൻഡ് സോഷ്യൽ എൻകൗണ്ടേഴ്സ്. ഒരു സോഷ്യലൈസേഷൻ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഒരുപാട് ഇൻറ്ററാക്ഷൻസും എൻകൗണ്ടേഴ്സും ഒരുപാട് പേരായിട്ട് നമ്മൾ സംസാരിക്കുന്നു, കോണ്ടാക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ സോഷ്യലൈസേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ചിൽഡ്രൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോ ദിവസം അവർ വളരും തോറും എന്താ സംഭവിക്കുന്നത്? അവരുടെ ലോകം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ദേ സ്റ്റാർട്ട് ടു ലുക്ക് ഔട്ട്സൈഡ് ദെയർ ഹോം ടുവേർഡ്സ് അതർ ചിൽഡ്രൻ ഫ്രം ദെയർ നൈബർഹുഡ്. കുട്ടികളെപ്പോഴും നോക്കുന്നത് തൊട്ട അയൽവാസികളായ കുട്ടികളേക്കും. അതേപോലെ സ്കൂളിലാണെങ്കിൽ അവരുടെ കമ്പാനിയൻസിനെയാണ് അവർ നോക്കുക, അവരെയാണ് അവർ ശ്രദ്ധിക്കുക. To be socialized is one of the main development task of this period. So socialization എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. Children become member of a peer group which gradually reduces the family influences on their attitudes, thinking and behavior. കുട്ടികൾ എപ്പോഴും ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. കുട്ടികളിൽ ഒരേ പ്രായത്തിലുള്ളവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അത് ചിലപ്പോഴും പലപ്പോഴും ആ ഗ്രൂപ്പ് ഈ ഫാമിലി ഇൻഫ്ലുവൻസ് കാരണം, ഇവരുടെ സ്വഭാവം പെരുമാറ്റമൊക്കെ കാരണം, നമ്മൾ ഫാമിലിയുടെ സ്വാധീനം കാരണം പലപ്പോഴും ഇത് ചെറുതായി പോവാറുണ്ട്, കുറഞ്ഞു വരാറുണ്ട്. ഗ്രൂപ്പ് പലപ്പോഴും എണ്ണം കുറയാറുണ്ട്. പിയർ റിലേഷൻഷിപ്പ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് ദ ബിഹേവിയർ ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ പെരുമാറ്റം അല്ലേ, അത് കുട്ടികളുടെ റിലേഷൻഷിപ്പ്, അതിലൊക്കെ പിയർ റിലേഷൻഷിപ്പിൽ വളരെയധികം പ്രധാനപ്പെട്ട റോളുണ്ട്. കുട്ടികളുടെ ബിഹേവിയർ ഡെവലപ്പ് ചെയ്യുന്ന റോൾ ഷേപ്പ് ചെയ്യണതിലൊക്കെ ഈ പിയർ റിലേഷൻഷിപ്പിന് നല്ല റോളുണ്ട്. ചിൽഡ്രൻസ് ടെൻഡ് ടു തിങ്ക് ആൻഡ് ബിഹേവ് ലൈക്ക് അതേഴ്സ് ഓഫ് ദെയർ സെയിം ഏജ് ഗ്രൂപ്പ്, ക്ലാസ് ഓർ ഫ്രണ്ട് സർക്കിൾ ആൻഡ് വിഷ് ടു ഫിറ്റ് ഇൻ. കുട്ടികളെല്ലായ്പ്പോഴും പെരുമാറാൻ നോക്കുന്നത് ആരെ പോലെ? അവരുടെ ഒരേ ഏജ് ഗ്രൂപ്പിലുള്ളവരെ പോലെ പെരുമാറും, ഒരേ ക്ലാസ്സിലുള്ളവരെ പോലെ പെരുമാറും. അതേപോലെ തന്നെ അവരുടെ സർക്കിൾ അതിൽ ഫിറ്റ് ഇൻ ആവാൻ നോക്കും. സർക്കിൾ ഫിറ്റ് ഇൻ എന്ന് പറഞ്ഞാൽ അതിന് ആ ഒരു ഗ്യാങ്ങിന് പറ്റുന്ന രീതിയിലാവാൻ അവർ ശ്രമിക്കും. അതേപോലെ തന്നെ യു ആൾസോ ലേൺ ഫോർ മെയിൻറ്റെയിനിങ് ഇമോഷണൽ health. Children need to achieve a balance that helps them to make decision based on combination of values learned from family, values derived from thinking independently and value from other role models. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. അതിൽ കുട്ടികൾക്ക് തീരുമാനിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ഏത് വാല്യൂസ് സെലക്ട് ചെയ്യണം, ഒരു പാരൻസ് പറഞ്ഞിട്ടുള്ളതാണോ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ളതാണോ, അങ്ങനെ പ്രൊവൈഡിങ് ക്ലിയർ ബട്ട് fair value system, setting positive model patterns of behavior and encouraging formation of peer groups and engage in positive academic, athletic, artistic and socialistic activities are ways in which families and schools can make peer pressure a positive force. അപ്പോൾ എപ്പോഴും നമുക്ക് നല്ലൊരു സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഫെയർ സിസ്റ്റം കൊണ്ടുവരാൻ അതിലൂടെ നമുക്കൊരു പോസിറ്റീവ് മോഡൽസ് കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. പിയർ ഗ്രൂപ്പ്സ് ആയാലും എല്ലാ രീതിയിലും അവർക്കൊരു പോസിറ്റീവ് അക്കാദമിക് റോള് ഉണ്ടാവുന്ന രീതിയിൽ നമ്മളെപ്പോഴും ഒരു ഫെയർ വാല്യൂ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യണം. എന്താണ് പിയർ? ഇതൊരു ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞിട്ടുള്ളത്. പിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പേഴ്സൺ ഹു ഈസ് ഈക്വൽ ടു അനദർ ഇൻ എബിലിറ്റീസ്, ക്വാളിഫിക്കേഷൻ, ഏജ്, ബാക്ക്ഗ്രൗണ്ട് ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ്. ഓക്കെ, പിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി ഏതുപോലെ ആയിരിക്കും? മറ്റൊരാളെ പോലെ തന്നെ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും എല്ലാ കാര്യത്തിലും. കഴിവിൻ്റെ കാര്യത്തിലായാലും, ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലായാലും, ഏജിൻ്റെ കാര്യത്തിലായാലും, ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യത്തിലൊക്കെ ഒരേ ഇതിൽ വരുന്ന ഈക്വൽ ആയിരിക്കുന്നവരെ പിയർ എന്ന് പറയാം. ഇനി പിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? പിയേഴ്സ് ആർ ഇൻഡിവിജ്വൽസ് വിത്ത് ഹൂം വി ആർ ഐഡൻറ്റിഫൈ അവർ സെൽസ്. അവർ പിയേഴ്സ് ആർ അവർ ഫ്രണ്ട്സ്. അപ്പം
പിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരിൽ നമ്മെ തന്നെ കാണുന്നുണ്ട്, അവർ സെൽസ്. അതാണ് പിയേഴ്സ് എന്ന് പറയുന്നത്. മറ്റൊരാൾ നമ്മളൊരു ഗ്രൂപ്പിൽ നമ്മുടെ നമ്മെ തന്നെ കാണുകയാണ്. അപ്പോൾ അവിടെ ഫ്രണ്ട്സ് ആയിരിക്കും, അതേപോലെ നമ്മളോട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നവരായിരിക്കും, അതേപോലെ തന്നെ കോമൺ ഇൻട്രസ്റ്റ് ആൻഡ് ഫീലിങ്സ് ഒക്കെ ഷെയർ ചെയ്യുന്നവരായിരിക്കും, ലൈക്ക് മൈൻഡഡ് ഫ്രണ്ട്സ് ആൻഡ് കമ്പാനിയൻസ് ആയിരിക്കും, ഒരേ മനസ്സുള്ളവരായിരിക്കും. അതേപോലെ ആസ് വി ഗ്രോ ഓൾഡർ ആൻഡ് ബിക്കം മോർ ഇൻഡിപെൻഡൻറ്റ് അവർ പിയേഴ്സ് പ്ലേ എ ഗ്രേറ്റർ റോൾ ഇൻ അവർ ലൈഫ്സ്. നമ്മളിങ്ങനെ വളർന്നു വരുന്തോറും എന്താണ് പ്രധാനപ്പെട്ട റോൾ ആർക്കുണ്ട്? ഈ പിയേഴ്സിനുണ്ട് എന്ന് പറയുന്നു. നമ്മൾ പാരൻസിനേക്കാൾ കുട്ടികൾക്ക് ഇഷ്ടം ആരാണ്? നമ്മുടെ ഒപ്പമുള്ളവരെയാണ്. ദേ ആർ ലൈക്ക് അവർ എക്സ്റ്റെൻഡഡ് ഫാമിലി. ഫാമിലിയുടെ ഒരു ഭാഗമായിട്ട് പലപ്പോഴും പിയേഴ്സ് വരാറുണ്ട്. ആൻഡ് എമംഗ് പിയേഴ്സ് ദർ ക്യാൻ ബി ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ആക്സെപ്റ്റൻസ്. We can share anything with them, like the turn help in each. അതേപോലെ തന്നെ നമുക്കൊരു ബിൽഡിംഗ് ബോൺഡ്സ് ഉണ്ടായിരിക്കും, നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റും. അതാണ് പിയർ ഇവല്യൂഷൻ. നമ്മൾ ലൈഫ് കണ്ടിന്യൂ ചെയ്ത സമയത്ത് എങ്ങനെയാണ് പിയേഴ്സ് വന്നത്, അതിൻ്റെ ഇവല്യൂഷൻ എങ്ങനെയാണെന്നാണ് പറയുന്നത്. അറ്റ് ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫ് കണ്ടിന്യൂസ് ചിൽഡ്രൻസ് ബിക്കം ഇൻക്രീസിംഗ്ലി സോഷ്യബിൾ. നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ കുട്ടികൾ സോഷ്യബിൾ ആയിരുന്നു. The touches, smiles, babies and gestures are much more coordinated. Children began to play with toys together. പണ്ട് തൊട്ടേ കുട്ടികൾക്ക് ഒരു സോഷ്യലൈസേഷൻ കൂടുതലുണ്ടായിരുന്നു. അവരെപ്പോഴും കളിക്കും, മറ്റുള്ളവരുടെ കൂടെ ടോയ്സ് ഒക്കെ വെച്ച് കളിക്കും. ഡ്യൂറിങ് ദ സെക്കൻഡ് ഇയർ, രണ്ടാമത്തെ വയസ്സാവുന്നതോടുകൂടി ഇൻ്ററാക്ഷൻസ് കൂടുകയാണ് ചെയ്യുന്നത് കുട്ടികളിൽ. കൂടുതലായിട്ട് ടോയ്സ് ആയിട്ട് കളിക്കുക ചെയ്യുക 2 വയസ്സിൽ. പിന്നെ രണ്ടാമത്തെ വയസ്സിൽ സർട്ടൻലി 3 years ആകുമ്പോഴേക്കും ചിൽഡ്രൻ ക്ലിയർലി പ്രിഫർ സം ചിൽഡ്രൻ ഓവർ അതേഴ്സ്. ചില കുട്ടികളോട് മാത്രമായിരിക്കും. 3 വയസ്സ് കഴിയുമ്പോഴേക്കും അവർക്ക് ഇഷ്ടങ്ങൾ വരാൻ തുടങ്ങും. വേറൊരാളോട്, ഒരു കുട്ടീനോട് മാത്രം, അങ്ങനെയൊക്കെ ഇഷ്ടങ്ങൾ വരാൻ തുടങ്ങും. അങ്ങനെ അവർക്ക് ഫ്രണ്ട്സ് വരാൻ തുടങ്ങും. പ്രീ സ്കൂൾ മുതൽ ഈ പിയർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. പ്രീ സ്കൂൾ മുതൽ ഡെവലപ്പ് ചെയ്യും. പിന്നെ ഈ സ്കൂളിൽ എന്താ സംഭവിക്കുന്ന, പിയർ ഇൻറ്ററാക്ഷൻസ് ബിക്കം ഈവൻ മോർ കോംപ്ലെക്സ്. ദ ഗെയിംസ് ചിൽഡ്രൻസ് പ്ലേ വിത്ത് പിയേഴ്സ് ആൾസോ ബി മോർ സോഫിസ്റ്റിക്കേറ്റഡ്. അങ്ങനെ കുട്ടികളിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് വരിക എന്നാണ് പറയുന്നത്. ഈ പിയർ റിലേഷൻ കോംപ്ലെക്സ് ആവും. അവരിങ്ങനെ എന്താണ് കൂടുതൽ ഗെയിംസും കാര്യങ്ങളൊക്കെ സ്കൂളുകളിലാകുമ്പോൾ കളികളൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഇൻറ്ററാക്ഷൻസ് വരുന്നത്. പിന്നെ കുട്ടികൾ കൂടുതലായിട്ട് സമയം ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കാൻ അവരിഷ്ടപ്പെടുന്നുണ്ട്, ചിലവഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ ഐഡിയാസും അവരുടെ ഇൻട്രസ്റ്റും ഷെയർ ചെയ്യും. പിന്നെ ഗ്രേഡ് സ്കൂളാവുമ്പോൾ കുറച്ചുകൂടി വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ചിൽഡ്രൻ സ്പെൻഡ് ടൈം വിത്ത് അവർക്ക് ഇഷ്ടമുള്ളവരുടെ അടുത്ത് മാത്രമായിട്ട് അവർ സമയം സ്പെൻഡ് ചെയ്യും. എല്ലാവരുമായിട്ടില്ല, അവർക്ക് അത് തൊട്ടടുത്തുള്ള അവരോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫ്രണ്ട്സിനോടാണ് സംസാരിക്കുക. പിന്നെ ഫിസിക്കൽ ഫൈറ്റിംഗ്, കോറൽസ് ഡിക്രീസിങ് ഡ്യൂറിങ് ദ എലമെൻറ്റ്. കുറച്ചുകൂടി ഇതാകുമ്പോൾ അവിടെ കുട്ടികൾ തമ്മിൽ അടികൂടലൊക്കെ കുറയും. ഷെയറിങ് ആൻഡ് ഹെൽപ്പിംഗ് എന്ന് പറയുന്നൊരു മെൻറ്റാലിറ്റി വരും. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നൊരു സംഭവം ഡെവലപ്പ് ചെയ്യും. പിന്നെ ഇത് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് കൂടുതൽ അഡോളസൻസ് പ്രായമാകുമ്പോഴേക്കും, കൗമാരപ്രായമാകുമ്പോഴേക്കും കുറച്ചുകൂടി കൂടും. ദെൻ അഡോളസൻസ് ഓഫൺ പാർട്ട് ഓഫ് 5 to 10 persons പിയർ ഗ്രൂപ്പ്സ്. അവർക്ക് ഒരു 5-10 പേരുണ്ടായിരിക്കും പിയർ ഗ്രൂപ്പ്സ് ആയിട്ട്. അതാണ് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാവുക. പിന്നെ പിയർ ഇൻറ്ററാക്ഷൻസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അഡോളസൻസ് പീരീഡിൽ കുറച്ചുകൂടി കൂടുതൽ പ്രോഗ്രസ് വരുന്നുണ്ട്. ഏജ് കൂടുന്നതിനനുസരിച്ചും ഇൻറ്ററാക്ഷൻസ് കുറച്ചുകൂടി കോംപ്ലെക്സ് ആയിരിക്കും. ദെൻ ടീൻസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഹെറാർക്കീസ് ഓഫ് റിലേഷൻഷിപ്പ്. അവർ റിലേഷൻഷിപ്പിൽ കൂടുതൽ എൻഗേജ്ഡ് ആയിരിക്കും ചെറുപ്പക്കാർ. അതേപോലെ ലൈഫ് സ്റ്റൈൽസ്, അവരുടെ ജനറൽ ഇൻട്രസ്റ്റ് അതൊക്കെ ഒരേപോലെ വരുന്നവരായിരിക്കും അവരുടെ ഫ്രണ്ട്സ്. പിയർ റിലേഷൻഷിപ്പാണ് നമ്മുടെ സോഷ്യൽ സ്കിൽസ് കുട്ടികളിൽ വളർത്തിയെടുക്കാൻ ഈ പിയർ റിലേഷൻഷിപ്പ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ കുട്ടികൾ ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യാനും അതേപോലെ തന്നെ സഹായിക്കുന്നുണ്ട്. പിന്നെ അവർ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും. പിയർ ഇൻറ്ററാക്ഷൻസ് ആസ് വെൽ ആസ് പിയർ കോൺഫ്ലിക്ട്സ് ആർ നെസസറി കണ്ടീഷൻസ് ഇൻ വിച്ച് ചൈൽഡ് ലേൺസ് ആൻഡ് ആക്സെപ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ ഓഫ് അനദർ. നമുക്ക് ഫൈറ്റ് അത്യാവശ്യമാണ്. കുട്ടികൾ തമ്മിൽ ചില അവർ തമ്മിലുള്ള സെൽഫ് സെൻറ്റേഡ്നെസ് അതൊക്കെ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം,
ഇവർ തമ്മിൽ ചെറിയ ചെറിയ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിലൂടെ അവർക്ക് മറ്റൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഈഗോസൊക്കെ കുറയാനും ഒക്കെ നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു റോൾ ടേക്കിംഗ് എബിലിറ്റീസ് എടുക്കും. സോഷ്യൽ ബിഹേവിയർ അവർ എൻഗേജ് ചെയ്യാൻ തുടങ്ങും. അതേപോലെ ടീം വർക്ക് ചെയ്യും, കോപ്പറേഷൻ, ഡിസ്കഷൻ, പ്ലാനിങ്, ഇതൊക്കെ അവർ പിയർ ഇൻ്ററാക്ഷനിൽ വരുന്നതാണ്. നമുക്ക് ഒരു റോൾ ടേക്കിംഗ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവിടെ പിയർ ഇൻ്ററാക്ഷൻ വേണം. പിന്നെ കൂടുതലായിട്ട് പിയർ റിലേഷൻഷിപ്പ് പ്ലേ നമ്മൾ വളരെയധികം റോളുണ്ട്. സോഷ്യൽ സ്കില്ല് കുട്ടികളുടെ ഡെവലപ്പ് ചെയ്യാൻ പിയർ റിലേഷൻഷിപ്പിനെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അഡോളസൻസിലാണ് കുറച്ചുകൂടി കൂടുക എന്ന് പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതേപോലെ even though young children have friends versus acquaintance and distinction between close friends and member of large crowd become more salient with increasing age കൂടുന്തോറും നമ്മളൊരു ഫ്രണ്ട്സ് എന്നുള്ളതും മെമ്പർ ഓഫ് എ ലാർജ് ക്രൗഡ് എന്നുള്ളതും തമ്മിലുള്ള ഒരു വ്യത്യാസം അത് കൂടി വരികയാണ് ചെയ്യുക. നമ്മൾ എപ്പോഴും കൂടുതൽ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് സ്പെൻഡ് ചെയ്യുക. പിന്നെന്താണ്, കുട്ടികൾ മറ്റുള്ള ഏജ് ഗ്രൂപ്പായിട്ട് ഇൻ്ററാക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് സോഷ്യൽ റിലേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. പിന്നെ സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസമാണ് ബൈ വിച്ച് എ ചൈൽഡ് ബിഗിൻസ് ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് ഓൺ ബിഹേവിയർ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ അതേഴ്സ്. അതായത് ഒരാൾക്ക് മറ്റൊരാളുടെ സ്വന്തം ബിഹേവിയർ, മറ്റൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂ, മറ്റൊരാൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ സോഷ്യൽ ഇൻട്രാക്ഷൻ അത്യാവശ്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇതിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു കുട്ടിക്ക് മറ്റുള്ളവരുടെ ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാനും മറ്റുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ ഈ പറയുന്ന പിയർ ഇൻ്ററാക്ഷനിലൂടെ സാധിക്കും. ഒരു ഇഷ്യൂ വരുമ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെ ഫീൽ ചെയ്യുന്നു, മറ്റുള്ളവരെങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം സോഷ്യൽ സിറ്റുവേഷനിൽ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിയർ എന്ന് പറയുന്നത്. പിന്നെ പിയർ പ്രഷർ എന്താണെന്നാണ്, നമ്മൾ ചെറുപ്പത്തിൻ്റെ കാര്യം പറയാണ്. വെൻ യു വാണ്ടഡ് ടു ഡു എക്സാക്ട്ലി ആസ് യുവർ ഫ്രണ്ട്സ് ഫ്രം ദ സെയിം ഗ്രൂപ്പ് ഡിഡ്, യു വാണ്ടഡ് ദ സെയിം ടോയ് ഓർ സെയിം ബൈസിക്കിൾ, വാണ്ടഡ് ദ സെയിം ഡ്രസ്, ദ സെയിം വേ ഡ്രസ്ഡ്. ഇതിനെ നമുക്ക് പിയർ ഇൻഫ്ലുവൻസ് എന്ന് പറയാം. അതായത് നമുക്ക് മറ്റൊരു കുട്ടി, നമ്മളിപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ആ കുട്ടികൾ അതേപോലത്തെ ബോക്സ് വേണം, റബ്ബർ വേണം, പെൻസിൽ വേണം എന്നൊക്കെ കുട്ടികൾ പറയാറില്ലേ. സോ അതിനാണ് പിയർ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. പിയർ പ്രഷർ ഈസ് ദ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് പ്രഷർ exerted by the individual peer group which are bring about change in the individual's attitude or behavior to fit into that group. പിയർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് മുകളിൽ വരുന്നൊരു പ്രഷറാണ്. അതായത് ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ ആ കുട്ടീനെ പ്രഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലൂടെ ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു ഗ്രൂപ്പിൽ, അതെ ഒരു പിയർ ഗ്രൂപ്പിൻ്റെ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് സ്വയം എന്ത് ചെയ്യണം, ആ കുട്ടി ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് പിയർ പ്രഷർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഈ പിയർ പ്രഷർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് നാച്ചുറൽ ഫോർ ഓൾ ഇൻഡിവിജ്വൽസ് ടു ഐഡൻറ്റിഫൈ വിത്ത് ആൻഡ് കമ്പയർ ദംസെൽവ്സ് ടു ദി പീപ്പിൾ വിത്ത് ഹൂം ദേ ഇൻ്ററാക്ട്. അപ്പോൾ അതേപോലെ തന്നെ അത് സ്വാഭാവികമാണ്, കുട്ടികൾ ഇങ്ങനെ ഇൻ്ററാക്ഷൻസ് നടത്താറുണ്ട്, സ്വാഭാവികമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾ എപ്പോഴും മറ്റുള്ളവരെ എങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു, മറ്റുള്ളവരെ എങ്ങനെ ചെയ്യുന്നു അതൊക്കെ കണ്ട് പഠിച്ച് അതുപോലെ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്യുന്നത് പിയർ പ്രഷർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്, പ്രീ സ്കൂൾ ചിൽഡ്രൻസിനൊക്കെ കൂടുതലായിട്ട് ഈ പിയർ പ്രഷറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരെ ഇൻഫ്ലുവൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രീ സ്കൂൾ ചിൽഡ്രനിലാണ് കൂടുതലായിട്ടും മറ്റുള്ളവരെ അനുകരിക്കുന്നൊരു ആ ഒരു പ്രഷർ വരാനുള്ള സാധ്യത കൂടുതൽ. എല്ലാ പ്രായത്തിലും എന്ത് വരുന്നുണ്ട്, പിയർ പ്രഷർ വരുന്നുണ്ട്. A 6-year-old boy insists that his mother takes him to the toy shop immediately to buy him latest toy, gadget, sports bike. അങ്ങനെ ഒരു കുട്ടി പറയണം, എനിക്ക് അമ്മ പെട്ടെന്ന് എന്ത് ചെയ്യണം, ടോയ്സ് കൊണ്ടുപോകണം, അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം. അപ്പോൾ അമ്മ നോ പറയുകയാണെങ്കിൽ ആ കുട്ടിക്ക് ദേഷ്യം വരും.
അതേപോലെ തന്നെ 10-year ഗേൾ വിയേഴ്സ് ഡ്രസ് ഓൺസ് എ പാർട്ടി ആൻഡ് ദെൻ ചില കുട്ടികൾ ഒരു ഡ്രസ്സ് ഇടും, പിന്നെ അത് ഇടാൻ എന്ത് ചെയ്യില്ല, സമ്മതിക്കില്ല. കാരണം എന്തായിരിക്കും, ചിലപ്പോൾ അവളുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടായിരിക്കും ഇറ്റ്സ് നോട്ട് ഫാഷനബിൾ എന്ന് ഫ്രണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ആ കുട്ടിയെ ഡ്രസ്സ് ഇടില്ല. അപ്പോൾ ഇതൊക്കെ പിയർ പ്രഷറാണ്. പിന്നെ ടീനേജ് ബോയ്സൊക്കെ പെർഫെക്റ്റ് ബോഡി വരാൻ വേണ്ടിയിട്ട് ജിമ്മിൽ പോകുന്നതൊക്കെ ഈ പിയർ പ്രഷർ കാരണമാണ്. അതേപോലെ തന്നെ അഡോളസൻസിലാണ് പിയർ പ്രഷർ കൂടുതലായിട്ട് വരിക. അഡൾട്ട്സ് ഫീൽ ദ പ്രഷർ ഓഫ് ടു കൺഫേമിങ് ആൻഡ് ഓർഡർ ടു ബിലോങ് ടു ദി ഡിസൈഡ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതിനാണ് നമുക്ക് വരുന്നൊരു പ്രഷറാണ്. അതാണ് പിയർ പ്രഷർ എന്ന് പറയുന്നത്. അതാണ് മെയിനായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ബാലൻസ് നമ്മൾ നെക്സ്റ്റ് ഇതിൽ പറയാം. ഇതാണ് പിയർ പ്രഷറിനെ കുറിച്ചാണ് പറഞ്ഞത്.